കേന്ദ്ര ബജറ്റിലെ കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. രാഷ്ട്രീയ വേർതിരിവാണ് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ പ്രതികരിച്ചു. കേന്ദ്ര സർക്കാർ നിലപാട് പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടും. അതേസമയം യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും അടക്കമുള്ള പ്രതിഷേധങ്ങളും ഇതിനകം കേന്ദ്രത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഷീജ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, ഈ ബജറ്റ് അവതരണത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളത്തെ അവഗണിച്ച ഒരു സാഹചര്യം, പൂർണ്ണമായും കേരളത്തെ പരിഗണിക്കാതെ പോയി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം പിന്നാലെ വന്ന കേന്ദ്ര സഹമന്ത്രിയുടെ പ്രതികരണം, കേരളം പിന്നോക്ക സംസ്ഥാനമായി പ്രഖ്യാപിക്കൂ, അപ്പോൾ ഇതൊക്കെ കിട്ടുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വന്ന വാക്കുകൾ. അതായത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തുമൊക്കെ നമ്മളുണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം അത് തെറ്റായിപ്പോയി എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം വരുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പ്രതിഷേധങ്ങളൊക്കെ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്? പ്രിയ, തീർച്ചയായും ഏതായാലും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമേ അല്ല കേരളം എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നടത്തിയ ബജറ്റ് പ്രസംഗത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നമുക്കറിയാം, കേരളത്തോട് വലിയ തോതിലുള്ള അവഗണനയാണ് കേന്ദ്രം വെച്ചു പുലർത്തുന്നത്. അത് ദുരന്തമുഖത്താകട്ടെ, അല്ലെങ്കിൽ വികസന പദ്ധതികളിലാകട്ടെ, ക്ഷേമ പ്രവർത്തനങ്ങളിലാകട്ടെ, എല്ലാത്തിലും സമാനമായ ഒരു നിലപാട്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രം പരിഗണിക്കുമ്പോൾ അത് ഒരു സംസ്ഥാനത്തോടുള്ള രാഷ്ട്രീയ വിവേചനമായി മാറുന്ന ഒരു സാഹചര്യം ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഏതായാലും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയത്. അത്തരത്തിലുള്ളൊരു സമീപനം ശരിയല്ല. എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ പരിഗണിക്കണം, ഒരുപോലെ അല്ലെങ്കിൽ പോലും ചെറുതായെങ്കിലും കേരളത്തെ പരിഗണിക്കാൻ കേന്ദ്രം തയ്യാറാകണം എന്നുള്ളൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാട് എടുത്തതിന് ശേഷവും അതിനെ ന്യായീകരിക്കുന്ന, കേരളത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റേതടക്കമുള്ള പ്രതികരണങ്ങൾ. ഇതിനെതിരെ ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനകം തന്നെ സംസ്ഥാനത്ത് ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ രാത്രി ശക്തമായിട്ടുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുള്ള വലിയ രീതിയിലുള്ള സ്ത്രീകളുടെ വിഷയങ്ങളെ പോലും ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും കേന്ദ്രത്തിനെതിരായിട്ടും പ്രത്യേകിച്ച് ഈ കേന്ദ്രമന്ത്രിയുടെ പരാമർശത്തിനെതിരായിട്ടും കേരളം ഓരോ മേഖലയിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നു, അതൊരു തെറ്റായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം, എതിരെ അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയ കേന്ദ്രമന്ത്രിക്കെതിരെയും പ്രതിഷേധം സംസ്ഥാനത്ത് ശക്തിപ്പെടുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം കേന്ദ്രത്തിനെതിരെയും കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്തെ നിലവിൽ യുവജന സംഘടനകളുടെയും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ തീരുമാനം എന്നുള്ളത് കൂടിയാണ് കൂട്ടിച്ചേർക്കേണ്ടത്. അതേസമയം മറുഭാഗത്ത് സംസ്ഥാന സർക്കാർ ഏതായാലും കേന്ദ്ര സർക്കാരിനെ കൃത്യമായിട്ടുള്ള കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കാത്തതിനുള്ള പ്രതിഷേധം അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലപാട് പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇനിയിപ്പോൾ സംസ്ഥാന ബജറ്റ് കൂടി വരാനിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഈ ഒരു ബജറ്റിൽ നിന്നും ഉടലെടുത്തിട്ടുള്ളത്.